സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മനസ്സ് തേടിയുള്ള ഞങ്ങളുടെ യാത്ര ജനാധിപത്യം ഇന്ന് എത്തി നിൽക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ചൂടും ചൂരുമുണ്ട്. എല്ലായിടത്തും പ്രചാരണ ഘോഷങ്ങൾ സജീവമാണ്. ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിറ്റിംഗ് MP ആയ അടൂർ പ്രകാശ്, മറുഭാഗത്ത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയ്, അതിനപ്പുറം കേന്ദ്രമന്ത്രി വി മുരളീധരൻ BJPക്ക് വേണ്ടിയും അംഗത്തട്ടിലിറങ്ങുന്നു. ഒരു MP-യും ഒരു MLA-യും അതുപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള പോരാട്ടമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. ആറ്റിങ്ങൽ നമുക്കറിയാം, കരയും കായലും തീരപ്രദേശങ്ങളുമൊക്കെ അതിരിടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ 100 വിഷയങ്ങൾ ഇവിടെ ചർച്ചയായിട്ട് വരും. കർഷകരുടെ പ്രശ്നങ്ങൾ, റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പല രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഈ മണ്ഡലത്തിൽ ജനങ്ങൾ എന്ത് പറയുന്നു എന്നറിയുകയാണ് നമ്മൾ. ജനാധിപത്യം ജനങ്ങൾക്കിടയിലേക്ക്. വർഗീയത കൊണ്ടൊന്നും നമ്മളെ കേരളത്തിലൊന്നും ഇവിടെ അങ്ങനെ ജീവിക്കുന്ന ജനങ്ങൾ ആർക്കും എവിടെ വേണമെങ്കിലും പാളാം, പാണി പാളാം. ഇവിടെ 3 സ്ഥാനാർത്ഥികളുണ്ട്. ഇലക്ഷനൊക്കെ വലിയ തിരക്കായിരിക്കും അല്ലേ? എന്താ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഇലക്ഷൻ ചൂടാണല്ലോ. ഇലക്ഷൻ ചൂടാണ്, കച്ചവടമല്ല, ഇലക്ഷൻ ചൂടാണ്. ഇലക്ഷനാണ് ഇപ്പൊ പ്രധാനം, കച്ചവടമല്ല. എന്താ സ്ഥിതി ആറ്റിങ്ങൽ? ആറ്റിങ്ങല് മതേതരത്തെ നിലനിർത്തണം, എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് പോകണം, ഇപ്പൊ ഇരിക്കുന്നവരെ ഇറക്കി വിടണം, അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പൊ എല്ലാ പാർട്ടികളും നിൽക്കുന്നത്. ഇപ്പൊ ഇടതും പലതും ഇവിടെ രണ്ടാണെങ്കിലും കേന്ദ്രത്തിൽ ഒന്നായിട്ടല്ലേ പോകുന്നത്. അതെ. ഇവിടെ ആരായിരിക്കും ഇത്തവണ? ഇവിടെ അടൂർ പ്രകാശായിരിക്കും സാധ്യത കൂടുതലാണ്. അടൂർ പ്രകാശിന്റെ വികസനങ്ങളൊന്നും ജനങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ഓരോ വ്യക്തിക്കായിട്ട് ഒരു എംപിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? അല്ല, അതില്ല. ഒരു മണ്ഡലത്തില് ഒരു 7 നിയോജകമണ്ഡലം അല്ലേ? 7 നിയോജകമണ്ഡലം. അതില് ഒരു MP ആണുള്ളത്, ഒരു പാർലമെന്റ് MP ആണുള്ളത്. 7 നിയോജകമണ്ഡലത്തിന് വികസനം എത്തണ്ടേ? അല്ല, ഒരു വ്യക്തിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അങ്ങനെ എത്തിച്ചിട്ടുണ്ട്, അങ്ങനെ വികസനം എത്തിയിട്ടുണ്ട്. അടൂർ പ്രകാശ് വന്നതിന് ആറ്റിങ്ങൽ ബൈപ്പാസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എത്രയും വന്നത്, വികസനം വന്നത്. ഈ വികസനം തന്നെയാണോ വീണ്ടും വോട്ട് ചോദിക്കാൻ തന്നെയാണ്? ഈ വികസനം തന്നെയാണ് അടൂർ പ്രകാശ് വീണ്ടും വരാൻ സാധ്യതയും അടൂർ പ്രകാശിനെ വരെയും ചെയ്യുന്നു. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം കൂടോ കുറയോ? ഒരു 10-നകത്തൊക്കെ വരും. അതായത് കുറച്ച് കുറയും, അപ്പുറത്ത് മത്സരം ശക്തമാണെന്നുള്ളതാണ്. ഈ മുരളീധരന്റെ വരവ് BJP വോട്ടുകളിൽ കുറച്ച് കൂടുതലാക്കുമോ, അതോ BJPക്ക് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടായിരിക്കും? കൂടുതലൊന്നും വരത്തില്ല. വലിയ ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഇപ്പം കേരളമല്ലേ, കേരളത്തിൽ ഇതുവരെ NDAക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നാണ് നമ്മുടെ നിഗമനം. പിന്നെ പറയാൻ പറ്റത്തില്ല, ജനങ്ങളല്ലേ. ആറ്റിങ്ങല് നമ്മളാ ഒരു നിലപാടനുസരിച്ച് അടൂർ പ്രകാശ് എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ 3 മുന്നണിയും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കും എവിടെ വേണമെങ്കിലും പാളാം, പാണി പാളാം. ആരായിരിക്കും പ്രാവശ്യം ആറ്റിങ്ങല്? ആറ്റിങ്ങൽ ജോയി ആയിരിക്കും ഈ പ്രാവശ്യം ആറ്റിങ്ങൽ ജയിക്കാൻ സാധ്യത. എത്ര ആത്മവിശ്വാസം? ആത്മവിശ്വാസമുണ്ട്. അതാണ് ഇടതുപക്ഷത്തിനാണ് ഈ പ്രാവശ്യം ന്യൂനപക്ഷങ്ങളെയും പിന്നോക്ക ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിർണായകമാണോ? നിർണായകമാണ്, ഉണ്ട്. അത് ഫുള്ള് ജോയിക്ക് പതിയുന്നതാണ്. ഫുള്ളല്ല, ജോയിക്ക് കിട്ടാൻ സാധ്യത ജോയിക്കാണ് സാധ്യത കൂടുതൽ. ജോയ്ഫുൾ ആയിട്ട് പോകും ഉറപ്പായിട്ട്. അടൂർ പ്രകാശാണ് ചാൻസ്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിലാണ് തോന്നുന്നത്. പിന്നെ അവർക്കും ചാൻസ് ഉണ്ട്, പറയാൻ പറ്റൂല. BJP എന്തായാലും ജയിക്കൂല. വർഗീയത കൊണ്ട് നാട്ടിൽ വോട്ട് പിടിക്കുന്നത് ഉത്തരേന്ത്യയല്ലല്ലോ, ഇത് കേരളമല്ലേ. വർഗീയതയൊക്കെ അങ്ങ് ഉത്തരേന്ത്യ കേരളമാണെന്ന് ആറ്റിങ്ങൽ തെളിയിക്കും. ആറ്റിങ്ങലല്ല, കേരളം തെളിയിക്കും. BJP അക്കൗണ്ട് തുറക്കൂല കേരളത്തിൽ. വർഗീയത കൊണ്ടൊന്നും നമ്മളെ കേരളത്തിലൊന്നും ഇവിടെ അങ്ങനെ ജീവിക്കുന്ന ജനങ്ങൾ. എന്തായാലും നറുക്കെടുപ്പിന്റെ സമയമായോ, അതോ നറുക്കെടുപ്പ് കഴിഞ്ഞോ? എന്താ ഇപ്രാവശ്യം ഇലക്ഷനൊക്കെ എങ്ങനെ പോകുന്നു? ഇലക്ഷന് ഒരു ചൂടില്ല, പ്രചാരണം ശക്തല്ല, പ്രചാരണം ചൂടായിട്ടില്ല, എല്ലാം ഒരു തണുപ്പ് മട്ടിലാണ്. അത് ശരി. എന്താ അങ്ങനെ? എന്താണെന്ന് അറിയില്ല. ആർക്കെവിടെ മുൻതൂക്കം? ആർക്കെന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയ്ക്ക
പ്രതീക്ഷ താങ്കൾക്ക് പ്രതീക്ഷ ഉണ്ട് വി മുരളീധരൻ ജയിച്ചു വരും? തീർച്ചയായിട്ടും. കാരണം ഒരു എന്തുകൊണ്ടാണ് വി മുരളീധരനുള്ളത്? ഒരു മാറ്റം പ്ലസ് പോയിന്റ് എന്താ? വേണമല്ലോ. ഒരു മാറ്റം വേണമല്ലോ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചൂട് തേടിയുള്ള യാത്രയിലാണ് നമ്മളോടൊപ്പം ഇപ്പോൾ CPM-ന്റെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയദേവൻ, അതുപോലെ തന്നെ കർഷക കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഇല്യാസ് രണ്ടുപേരും ചേരുകയാണ്. CPM വളരെ കാലമായിട്ട് കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലം കഴിഞ്ഞ തവണ അട്ടിമറയിലൂടെ അടൂർ പ്രകാശിന് പോയി. ഇപ്പോൾ എന്താണ് പ്രതീക്ഷ? തിരിച്ചുപിടിക്കും. ആറ്റിങ്ങൽ നിയോജക മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ 100% കോൺഫിഡൻസ് ഉണ്ടോ? 100% വൻ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി വി ജോയി വിജയിക്കും. ഞങ്ങൾ ഈ മണ്ഡലം സാധ്യതകൾ തിരിച്ചറിയണം. എന്തൊക്കെയാണ്? അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ജോയിയുടെ സ്ഥാനാർത്ഥിത്വം വളരെ അതിന് സഹായകരമാണ്. മണ്ഡലത്തിലുടനീളം ജോയിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ നിലനിൽക്കുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ ജോയി ജയിക്കും എന്നുള്ളതാണ്. ജോയിയുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ, MLA എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ജില്ലയിലുടനീളം അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലൊരു MP ഇല്ലാതെ അനാഥമായത് ജനങ്ങൾ അനുഭവിച്ചറിയുകയാണ്. അതിന് പരിഹാരം കാണാൻ വേണ്ടി കൂടി ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി, ജോയിക്ക് അനുകൂലമായി ആൾ വോട്ട് ചെയ്യും. കേന്ദ്ര അവഗണനയ്ക്കെതിരായി അതിനൊരു അറുതി വരുത്താൻ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ സാധിക്കുന്നുള്ളതാണ്. എന്താണ് ഈ മണ്ഡലം കഴിഞ്ഞ 5 വർഷമായിട്ട് അനാഥമായിരുന്നോ? ഇല്ല, തികച്ചും ഈ 5 വർഷം ഒരു പ്രകാശപൂരിതമായ 5 വർഷമായിരുന്നു. അടൂർ പ്രകാശിന്റെ പേര് പോലെ തന്നെ പ്രകാശപൂരിതമായിരുന്നു ഈ 5 വർഷം. ഈ മണ്ഡലത്തിൽ ഒട്ടനവധി വികസനങ്ങൾ നടത്തി. ഏകദേശം 504 ഹൈമാസ് ലൈറ്റ് വരെ ഈ മണ്ഡലത്തിൽ ചെയ്തു. അടൂരിന്റെ വികസനം ഹൈമാസ് ലൈറ്റിൽ ഒതുങ്ങി അല്ല, ഒരിക്കലുമല്ല. അതുപോലെ തന്നെ ആശുപത്രികളുടെ കാര്യത്തിലായിരുന്നാലും, ഈ ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ കാര്യത്തിലായിരുന്നാലും, ഈ അങ്ങനെ ഒരുപാട് ഒട്ടനവധി വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ ചെയ്ത് ഈ 5 വർഷം കൊണ്ട്, ഈ 15 വർഷം അനാഥമായി കിടന്ന ഈ മണ്ഡലം, ഈ സമ്പത്തിലൂടെ അനാഥമായി കിടന്ന ഈ 15 വർഷം, ഈ 5 വർഷം കൊണ്ട് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ മുൻ മന്ത്രിയും കോന്നിയുടെ MLA-യുമായിരുന്ന അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നെടുമങ്ങാട് ആറ്റിങ്ങലിനെ കൈകാര്യം ചെയ്യുകയും അദ്ദേഹം ഞങ്ങളുടെ 100% വിജയം വേണ്ടി ഈ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ വർഷം ജയിച്ച 40,000-ൽ ആ വോട്ടിന്റെ ഡബിൾ വോട്ടിൽ ഈ മണ്ഡലത്തിൽ ജയിക്കുമെന്ന് ഞങ്ങൾ ഉത്തമ ബോധ്യമുണ്ട്. അദ്ദേഹം അടുത്ത 5 വർഷം കൂടി വികസനം മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് വോട്ട് വികസനം മുന്നോട്ട് വെച്ച് അദ്ദേഹം 5 വർഷം ചെയ്ത വികസനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത 5 വർഷവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അദ്ദേഹം ജയിക്കും. എല്ലാ ഭാഗങ്ങൾക്കും അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട്. പ്രവർത്തകർ CPM ഈ നാട്ടുകാരൻ തന്നെയായ വി ജോയിയാണ് ഇറക്കിയിരിക്കുന്നത്. വി ജോയി ആണെങ്കിൽ വർക്കലയിൽ ആ മണ്ഡലം പിടിച്ച് നിയമസഭയിലേക്ക് MLA ആയി വന്ന ആളാണ്. അത്തരത്തിലൊരു നല്ലൊരു മത്സര സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനെ കാണുന്നില്ലേ? അതിലൊന്നും ഒരു അർത്ഥവുമില്ല. കാരണം ഈ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞാൽ കേരളം ഒട്ടും അറിയുന്ന നേതാവാണ്. അതേ കേരളത്തിലെ തന്നെ 2 തവണ റവന്യൂ മന്ത്രിയും പിന്നെ ആരോഗ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന അടൂർ പ്രകാശിന് ഇനി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഈ നാട്ടുകാരനായി ഈ നാട്ടിൻ്റെ ഓരോ ജനഹൃദയങ്ങളിലും വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അത് ഈ മണ്ഡലത്തിലുള്ള ആളാണെന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ മണ്ഡലത്തിന്റെ ആൾ പ്രവർത്തനത്തിലൂടെ ഈ മണ്ഡലക്കാരനായിട്ടുണ്ട്. പ്രവർത്തനത്തിലൂടെ ഈ മണ്ഡലത്തിന്റെ ആളായി മാറി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. 100% വിശ്വാസമുള്ളത് ഈ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളത്. കഴിഞ്ഞ തവണത്തിനെക്കാളും ഉപരിയായി 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ ജയിക്കുമെന്ന് അതിന് പറയാൻ കാരണമുണ്ട്. ഇവിടെ ഈ അടുത്ത് തന്നെ നമ്മുടെ സിദ്ധാർത്ഥിന്റെ ഭരണം നടന്ന സ്ഥലമാണ് ഇവിടം. പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ആ സംഭവം ഈ അടുത്ത സ്ഥലമാണ്, ഈ താഴെ. അത് തന്നെ SFI-കാരുടെ ക്രൂരമർദ്ദനത്തിനായി മരിച്ച ഒരു സംഭവമാണ്. അത് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ വോട്ടായിട്ട് മാറും. അതുപോലെ തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ 8 മാസം കൂടെ തടഞ്ഞു വെച്ചിരുന്ന ആ ഒരു അവസ്ഥ ഗുണമാവും എന്നുള്ളതാണ് പ്രതീക്ഷ. ഗുണമാവും. കാരണം ഈ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊടുത്താലും ഇനി അടുത്ത് ഈ ഗവൺമെന്റ് ഇറങ്ങി പോകുന്നത് വരെ ഈ പെൻഷൻ കൊടുക്കില്ല. ഈ 2-3 മാസം കൊടുക്കുന്നത് തന്നെയാണ് അവസാനത്തെ പെൻഷൻ. ഈ സിദ്ധാർത്ഥിന്റെ മരണം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചാ വിഷയമാണല്ലോ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. സിദ്ധാർത്ഥന്റെ മരണം വേദനാജനകമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമല്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ അത് ചർച്ചാ വിഷയമാണ്. സിദ്ധാർത്ഥന്റെ സ്വാഭാവികമായിട്ടും കേരളം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന നിലയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തേ ഉള്ളൂ. മാധ്യമങ്ങളാണല്ലോ ഈ പൊതു ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ചർച്ചകളെല്ലാം ശരിയല്ലല്ലോ. തെറ്റായ കാര്യങ്ങളും മാധ്യമങ്ങൾ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദി LDF-ഓ പിന്നെ ഗവൺമെന്റോ
CPM-ഓ SFI-യോ അല്ല. SFIക്കുള്ള ഒരു പങ്കാളിത്തം കുറെ കാലമായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. 22 വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഗവൺമെന്റ് വളരെ ശക്തമായ നടപടി ആ കാര്യത്തിൽ കൈക്കൊണ്ടു. അതിന് 4 പേര് SFI പ്രവർത്തകരാണ്. ഞങ്ങൾ SFI പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കി 18 പേര് മറ്റ് വിദ്യാർത്ഥി സംഘടന, മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ വീടിന്റെ മകളുണ്ടല്ലോ, കേരള കോൺഗ്രസിന്റെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകളുണ്ടല്ലോ, സിദ്ധാർത്ഥന്റെ തന്നെ അടുത്ത 2 ബന്ധുക്കളുണ്ടല്ലോ. അവിടെ തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകര തൊഴുക്കലിലും ഈ തിരുവനന്തപുരത്ത് ഉള്ള 2 ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പ്രതിയാണ്. അങ്ങനെ മണ്ഡലത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. മാത്രമല്ല അതിലെല്ലാം അഭയം പ്രാപിച്ച് നിൽക്കുന്ന പിന്നെ UDF-ന്റെ പാപ്പരത്വമാണ് മരണങ്ങളെ എങ്ങനെ വേട്ടയാടാം. ആന ചവിട്ടി കൊന്നാൽ അത് ഇടതുപക്ഷ മുന്നണിക്കെതിരായ മരണങ്ങളെ വെച്ച് CPM വോട്ട് ചോദിച്ചില്ല. മരണങ്ങളെ വെച്ച് എല്ലാവരെയും മരണം ഉപയോഗിച്ച് വോട്ട് ചോദിക്കുന്ന ചാക്കാല പാർട്ടിയായി UDF-ഉം കോൺഗ്രസും മാറുന്നതിലാണ് എനിക്ക് വിഷമം. എന്നാൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വേദനയുള്ളവരുണ്ട്, വിഷമമുള്ളവരുണ്ട്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണവർ തന്നെയുണ്ട്. ആ വേദന ഇടതുപക്ഷമല്ല പിന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദി. ആ കോളേജ് ക്യാമ്പസിലെ കുറെ വിദ്യാർത്ഥികളാണ് അതിന് ഉത്തരവാദി. അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടിയും അവരുടെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ള, സിദ്ധാർത്ഥന്റെ പിതാവും മാതാവും ആവശ്യപ്പെട്ടുള്ള എല്ലാ നടപടിയും ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അത് സംബന്ധിച്ചൊരു അന്വേഷണത്തിന് ഉത്തരവിടിച്ച് ശരിയായ അന്വേഷണം നടത്തണം. ഞാൻ അദ്ദേഹത്തിൻ്റെ പരാതിയുടെ കോപ്പി വാങ്ങി മുഖ്യമന്ത്രിക്ക് നേരിട്ട് എത്തിച്ചു കൊടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ പരാതി നേരത്തെ പിതാവിൻ്റെ പരാതി തന്നെ കിട്ടിക്കഴിഞ്ഞു. അതിന്മേൽ ആക്ഷൻ എടുത്തു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടി. 3ാമത്തെ ദിവസം ഞാൻ വീണ്ടും ചെല്ലുമ്പോൾ അവിടെ കൽപ്പറ്റ DYSP വന്ന് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. അത് തുടങ്ങി അവസാനം പറഞ്ഞത് CBI അന്വേഷിക്കണമെന്ന്. CBI അന്വേഷണത്തിന് വിട്ടു. അതിലുണ്ടായ ഒരു ചെറിയ ലാച്ചസ് പോലും ഗവൺമെൻറ് ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചു. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തു. എല്ലാ ഫയലും CBI കൈമാറി. CBI ഇപ്പോൾ കേസ് അന്വേഷിക്കുകയാണ്. ഈ 91 ശേഷം ദീർഘകാലമായിട്ട് നിങ്ങളുടെ കൈവശമുള്ള ഒരു മണ്ഡലമായിരുന്നു ഇത്. എങ്ങനെയാണത് കഴിഞ്ഞ തവണ അടൂർ പ്രകാശിന് പോകാനുണ്ടായ സാഹചര്യം? അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമായിരുന്നു. മാത്രമല്ല അന്ന് ആ പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴില്ല. ഇപ്പം ഇല്ല. ആ പ്രതികൂല കാലാവസ്ഥയെ വളരെ ബോധപൂർവ്വം, അങ്ങനെ പ്രതികൂല കാലാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് ബോധപൂർവ്വം ഞങ്ങൾക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായി വലിയ പ്രചണ്ഡമായ പ്രചരണം മാധ്യമങ്ങൾ നടത്തി. ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ അണിനിരത്തി അതിനെ ചെറുത്തു തോൽപ്പിച്ചു. അസംബ്ലിയിൽ ഞങ്ങൾ വർദ്ധിത ഭൂരിപക്ഷത്തോടെ വന്നു. ഈ പ്രാവശ്യവും ഞങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇത്തരം കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഗവൺമെൻറ്റിനും പാർട്ടിക്കും LDF-നും എതിരായിട്ടുള്ള വൻപിച്ച പ്രചാരവേല നടക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാർട്ടിയും ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും നല്ല നിലയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നു. ആ പ്രതിരോധം വിജയത്തിലെത്തുകയാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. ക്ഷേമ പെൻഷൻ മുടക്കിയതിന് ഉത്തരവാദി ഞങ്ങളല്ല. 18 മാസം മുടക്കിയവർ 600 രൂപ കൊടുക്കാതെ മുടക്കിയവരാണ് ഞങ്ങൾ. 1000 കോടി രൂപ പ്രതിമാസം 10,000 കോടി രൂപ പ്രതിമാസം മാറ്റിവെച്ച് പെൻഷൻ, പ്രതിവർഷം മാറ്റിവെച്ച് പെൻഷൻ കൊടുക്കുന്ന ഞങ്ങളെ കുറ്റം പറയുന്നത്. മുടക്കിയത് കേന്ദ്ര ഗവൺമെന്റും ബെവലും ചേർന്നാണ്. ഞങ്ങൾ കൃത്യമായി കൊടുക്കാനോ? അങ്ങനെയുണ്ടോ? ഒരിക്കലുമല്ല. ഞങ്ങൾക്ക് മാസം തോറും പെൻഷൻ കൊടുത്തു തുടങ്ങിയതാര്? സ്റ്റേറ്റിന്റെ ഭരണമില്ല. ഒരിക്കലും കോൺഗ്രസിന്റെ ഭാഗത്തല്ലേ UDF-ന്റെ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. UDF-ന്റെ കാലത്ത് പെൻഷൻ വളരെ കുറവായിരുന്നു. പെൻഷൻ മുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. സാഹചര്യത്തിൽ പെൻഷന്റെ ഈ അളവിൽ കുറവുണ്ടായിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് 2,500 രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ ഓരോ മാസമുള്ള ഈ 1,500 പറഞ്ഞെങ്കിൽ പോലും അതിന് കുറെ ഉയർത്തിയല്ലോ. പെൻഷൻ ഈ വോട്ടിൽ വല്ലാണ്ട് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? ഒരുപാട് സാധാരണക്കാരന് ഈ വല്ല മരുന്ന് വാങ്ങിക്കാനോ ഗുളിക വാങ്ങിക്കാനോ ഒരു ചായ കുടിക്കാനോ നിവൃത്തിയില്ലാത്ത അവസ്ഥ. 8 മാസം UDF അല്ലല്ലോ, 8 മാസം കൊണ്ട് 8 വർഷം കൊണ്ട് ഭരിക്കുന്നത് LDF ആണല്ലോ. 8 വർഷം കൊണ്ട് ഈ ഇവിടെ സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അത് ശരിക്കും വോട്ടായിട്ട് തന്നെ മാറും. പിന്നെ ഗവൺമെന്റ് വിരുദ്ധ വോട്ടുകൾ ഇവിടെ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്താണ്? നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്ന് ഈ പെൻഷൻ തന്നെ. പിന്നെ ഈ ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സംഭവങ്ങൾ അദ്ദേഹം എല്ലാവരെയും കൂടി ചേർത്ത് പറഞ്ഞു. കാരണം അതിൽ കേരള കോൺഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞു, മുസ്ലിം ലീഗ്, ഇവരൊന്നുമല്ല SFI-കാർ തന്നെയാണ് അതിന്റെ പർപ്പസ് ആയിട്ട് ആ കുട്ടിയെ അവിടെ 3 ദിവസം വെള്ളം വരെ കൊടുക്കാതെ ഇട്ട് മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. ഒടുവിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഗവർണർ ഉൾപ്പെടെയുള്ള പിന്നെ സകല രാഷ്ട്രീയക്കാരും ഇവിടെ വന്ന് അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമല്ല. അവിടെ ഒരു ബോർഡ് അടിച്ചു നോക്കി ആ കുട്ടിയുടെ വീട്ടുകടയിൽ ഞങ്ങളുടെ സഹപാഠിയാണ്, ഞങ്ങൾ SFI-കാരനാണ് എന്നുള്ള ഒരു ബോർഡ് അവിടെ അടിച്ചു തൂക്കി. അന്ന് ആ സമയത്ത് തന്നെ ആ വീട്ടുകാരുടെ ഈ ബോർഡ് ഇവിടെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് ആ വീട്ടുകാർ ശകാരിച്ചെടുത്ത് മാറ്റി. ആ ഒരു സംഭവമുണ്ട്. ഒരിക്കലും ആ വീട്ടുകാർ SFI-കാർ. എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം? ഈ അടൂർ പ്രകാശ് ഈ കഴിഞ്ഞ സിറ്റിംഗ് MP ആയിരുന്നു.
എന്താണ് അടൂർ പ്രകാശ് എന്ന ആ ഒരു MP നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വോട്ട് ഇടുന്നത്, മാർക്ക് ഞാൻ ഇടുന്നത്? 10 വർഷമായി CPM ഏരിയ സെക്രട്ടറിയായി ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരനാണ് അടൂർ പ്രകാശ്. പക്ഷേ ഇവിടെ മുനിസിപ്പാലിറ്റി CPM ആണ്. എൻ്റെ ഏരിയ കമ്മിറ്റി നിയന്ത്രിക്കുന്ന 4ഓളം പഞ്ചായത്തുകളുണ്ട്. പഞ്ചായത്തുകളിൽ 3 CPM ആണ് ഭരിക്കുന്നത്. അവിടെയെല്ലാം നിരവധി പരിപാടികൾ, ഗവൺമെൻറ് പ്രോഗ്രാം, പഞ്ചായത്തിൻ്റെ പ്രോഗ്രാം വച്ചിട്ടുണ്ട്. ഞാൻ പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും കോൺഗ്രസിൻ്റെ പ്രതിനിധി, മറ്റ് അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം വിളിക്കും. ഞങ്ങളെല്ലാം അവിടെ പോകും. അടൂർ പ്രകാശിൻ്റെ പേര് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും സ്വാഗതം പറയുന്നതല്ലാതെ പുള്ളിയെ നേരിട്ട് ഒരൊറ്റ ഫംഗ്ഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല. 565 സമയമായിട്ട് അടൂർ പ്രകാശ് ഉദ്ഘാടനങ്ങളുടെ ഒരു പരമ്പര നടത്തിയിരുന്നു. പരമ്പര സ്വന്തമായിട്ട് അവസാനം കോൺഗ്രസ് യോഗത്തിൽ വെച്ച് ഹൈമാക്സ് ലൈറ്റ് ഉദ്ഘാടന പരമ്പര നടത്തിയിട്ടുണ്ട്. ഹൈമാക്സ് ആണോ ഒരു MP ഉത്തരവാദിത്വം? ഇവിടെ റബ്ബർ കൃഷിക്കാരുടെ കേന്ദ്രമാണ്. നെടുമങ്ങാട് റബ്ബർ കൃഷിക്കാരുടെ മാർക്കറ്റിന്റെ സെന്ററാണ്. റബ്ബറിന് 99 രൂപ വിലയായി. അത് ഇപ്പൊ എന്ത് ഇദ്ദേഹം പാർലമെന്റിൽ ഒരു അക്ഷരം മിണ്ടിയോ? പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച MP-മാരിൽ ഒരാളാണ് അദ്ദേഹം. 166 പ്രാവശ്യം മാത്രമേ 5 വർഷത്തിനിടയിൽ അദ്ദേഹം അവിടെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതുപോലും ഇല്ലാത്ത, വളരെ കുറഞ്ഞ ഒരു ചോദ്യം പോലും ചോദിക്കാത്ത MP-മാരുള്ള കാലത്താണ്. അതെ, കേരളത്തിൽ അങ്ങനെ ആരുമില്ല. കേരളത്തിലെ കോൺഗ്രസ് MP-മാരടക്കം ചില ആളുകൾ ഇതിനേക്കാൾ സംസാരിച്ചിട്ടുള്ളവരാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതാപൻ സംസാരിച്ചല്ലോ, അടൂർ പ്രകാശ് സംസാരിച്ചോ? റബ്ബർ ഇറക്കുമതിക്കെതിരെ അടൂർ പ്രകാശ് സംസാരിച്ചോ? ഈ നാട്ടിന്റെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏത് വിഷയമാണ് അദ്ദേഹം സംസാരിച്ചത്? ഈ മണ്ഡലത്തിലാണ് കണിയാപുരം റെയിൽവേ മേൽപ്പാലം. അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയോ? ഒരു പ്രമേയം കൊണ്ടുവന്നോ? റെയിൽവേ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ? വലിയ മൗനിയായിരുന്നോ അടൂർ പ്രകാശ്? ഒരിക്കലുമില്ല. വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു MP ആയിരുന്നു അടൂർ പ്രകാശ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വീണ്ടും ജയിച്ചു വന്നത്. വീണ്ടും ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത്. ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിഷയങ്ങൾ കൃത്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിൽ ചോദ്യങ്ങൾ ചോദിച്ച MP കേരളത്തിൽ നിന്നുള്ള MP അടൂർ പ്രകാശ് ആയിരുന്നു. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ഫണ്ട് വിനിയോഗിച്ച അടൂർ പ്രകാശ് ഉയർത്തിക്കാട്ടിയ ഒരു പ്രധാന വികസന പ്രശ്നം അതാണ് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ. ഹൈമാക്സ് ലൈറ്റ് മാത്രമല്ല, ഒരു പോയിന്റ് എടുത്തു പറഞ്ഞല്ലോ, ഒരുപാട് ഒട്ടനവധി വികസനങ്ങൾ ചെയ്ത ഒരു MP ആണ് ഈ അടൂർ പ്രകാശ് MP. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ആ ഫണ്ട് യഥാവിധി വിനിയോഗിക്കുകയും സമ്പത്ത് വരെ വിനിയോഗിക്കാത്ത ഏകദേശം ഒരു 18 ലക്ഷം രൂപ വരെ ഈ MP ആണ് അത് വിനിയോഗിച്ചത് ഈ മണ്ഡലത്തിൽ. അപ്പോൾ അന്ന് ഇട്ടിട്ട് പോയ 18 ലക്ഷത്തിലധികം രൂപ കൂടി ഈ MP 18 കോടിയാണെന്ന് തോന്നുന്നു, അത്രയും കൂടി അടൂർ പ്രകാശിലൂടെയാണ് ഈ മണ്ഡലത്തിൽ ചെയ്തു തീർത്തത്. ഈ സമ്പത്ത് 2 ടേമിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ വികസന കാര്യങ്ങളിലുള്ള ഒരു പിന്നോട്ട് പോക്കാണ് പിന്നീട് സമ്പത്തിന് അവസരം നിഷേധിച്ചതെന്നുള്ളത് ഒരു സംഗതി നിലനിൽക്കുന്നുണ്ട്. സമ്പത്ത് 2 ടേം പൂർത്തിയായി, 3ാമത് മത്സരിക്കുമ്പോഴാണ് സമ്പത്തിന് പരാജയം നേരിട്ടത്. അത് സമ്പത്തിന്റെ കുഴപ്പമോ ഫണ്ട് വിനിയോഗിക്കാത്തതിന്റെ പ്രശ്നമൊന്നുമില്ല. 5 കോടി രൂപ വീതം പ്രതിവർഷം അനുവദിക്കും. അതിന്റെ കളക്ടർ അക്കൗണ്ടിലാണ് പൈസ വരുന്നത്. അതിന്റെ പലിശ ഓരോ മാർച്ച് മാസം കഴിയുമ്പോഴേ കണക്കാക്കി വരുള്ളൂ. ആ പലിശ കൂടി എടുത്താണ് MP-മാർ വികസന പ്രവർത്തനം ഉപയോഗിക്കുന്നത്. 4 വർഷത്തെയും പലിശ കൂടി എടുത്ത് വിനിയോഗിച്ചിട്ടുണ്ട്. 5ാമത്തെ വർഷത്തെ പലിശ വിനിയോഗിക്കാൻ പറ്റിയില്ലല്ലോ. ആ ബാക്കിയാണ് ഈ 18 ലക്ഷം രൂപയുടെ കണക്ക് അവർ പറയുന്നത്. അത് അടുത്ത് വരുന്ന MP-ക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 5 വർഷത്തെ പണത്തിന്റെ പലിശയോ പണത്തിന്റെ ബാക്കിയോ അല്ല. അടൂർ പ്രകാശിനോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. എത്ര ആംബുലൻസ് ആശുപത്രിക്ക് വാങ്ങിച്ചു കൊടുത്തു? തൊട്ടടുത്താല് ജില്ലാ ആശുപത്രിയുണ്ട്, നെടുമങ്ങാട് ജില്ലാ ആശുപത്രി. ഒരു മാസ്ക് വാങ്ങി അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ? ഒരു വീൽ ചെയർ വാങ്ങി കൊടുത്തിട്ടുണ്ടോ? അതനുസരിച്ച് സമ്പത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഇത് നോക്കണം. GR ഇവിടുത്തെ മന്ത്രിയാണ്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. മുൻ MLA C. ദിവാരൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. എന്തിനേറെ അതിനു മുമ്പേ UDF-ന്റെ MLA ആയിരുന്ന ആൾ പോലും ഒരു പ്രവേശന കവാടമെങ്കിലും ചെയ്തു വെച്ചു. ഇവരിതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ആശുപത്രിയെ സഹായിച്ചു എന്ന് പറയാണ്. വികസനം ഹൈമാക്സ് ലൈറ്റ് 565, എൻ്റെ കണക്കിന് ഞാൻ കിട്ടിയ കണക്കിന് എനിക്ക് കിട്ടിയ കണക്കിന് 469 എണ്ണം സ്ഥാപിച്ചു. 469 എണ്ണം സ്ഥാപിക്കാൻ വേണ്ടി ബൾക്ക് പർച്ചേസിന് ഓർഡർ കൊടുത്ത് ഹൈമാക്സിൽ സ്ഥാപിക്കേണ്ട സ്ഥിതി എന്താണ് നെടുമങ്ങാട് മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ? ഈ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഇത്രയും വെളിച്ചം കുറവുള്ള ഒരു മണ്ഡലമായിരുന്നോ? ആയിരുന്നു. ഈ സമ്പത്ത് 15 വർഷം ഇവിടെ ഇരുന്നു. അതൊരു ചോദ്യമാണ്. സമ്പത്ത് 15 വർഷമായിട്ട് സ്ഥാപിക്കാത്തിടത്തായിരിക്കുമല്ലോ അടൂർ പ്രകാശ് സ്ഥാപിച്ചിട്ടുണ്ടാവുക. ഈ ഹൈമാക്സ് നമുക്ക് വലിയ വികസനങ്ങൾ വേണം. അതവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം, ഈ ഹൈമാക്സ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കവലയിൽ ഒരാളുകളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതെന്തുകൊണ്ട് അത്രയും ഹൈമാക്സ് ലൈറ്റ് ഇദ്ദേഹത്തിന് അനുവദിക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെ സ്ഥാപിക്കാം? ഇതിന്റെ ബാധ്യത ആർക്കെന്നറിയാം? MP-ക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് 2 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് കൊടുത്ത് ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചിട്ട് പോയാൽ മതി. പഞ്ചായത്ത് കറണ്ട് ചാർജ് അടയ്ക്കണം, അതിൻ്റെ മെയിൻ്റനൻസ് പോയി, ഒരു ബൾബ് പൈസ മാറ്റണം, മൊത്തത്തിൽ അതിൻ്റെ സംവിധാനത്തിന് കേടുവന്നാൽ അത് മാറ്റണം. പ്രതിവർഷം ഒരു പഞ്ചായത്തിന് ഒരു ഹൈമാക്സ് ലൈറ്റ് മിനിമം ഒരു 1.5 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടാക്കും.
5 വർഷം കൊണ്ട് ഒരു ഹൈമാക്സ് റേറ്റ് ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിന് 7.5 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടാക്കും. ഇദ്ദേഹം സ്ഥാപിച്ചു പോകുന്നതിന് 2 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് മൊത്തം ചെലവ് വരുന്നത്. അതും ബൾക്ക് പർച്ചേസിലൂടെ നടത്തി അതിൽ കമ്മീഷൻ അടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹൈമാക്സ് റേറ്റ് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ ആരോപണം. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. ആശുപത്രി സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആശുപത്രി ഉണ്ട്. ഒരു ആംബുലൻസ് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? സമ്പത്ത് 39 ആംബുലൻസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര സ്കൂൾ ബസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ചോദിക്കണം. സമ്പത്ത് എത്ര റോഡുകൾ? 59 റോഡുകളും പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 12 റോഡുകളും ആണ് പാലങ്ങളാണ്, 12ഓ 13ഓ ആണ് ആകപ്പാടെ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സമ്പത്തിനെ ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായി? എങ്ങനെ അത്രയും അതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ചില കൈവിടും? പ്രത്യേക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊന്നും ഞാൻ ഇപ്പോൾ നിങ്ങളോട് വിശദീകരിക്കുന്നില്ല. അന്നത്തെ കാലാവസ്ഥയിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള ധാരണ, വേറെ ചില ആളുകൾ പ്രധാനമന്ത്രിയാവും എന്നുള്ള ധാരണ, പിന്നെ വേറെ ചില മതസ്ഥാപനങ്ങളെ ചൂണ്ടിക്കാണിച്ച് നടത്തിയ പ്രചരണങ്ങൾ, ഇതിലൊരു ചെറിയ വിഭാഗം ആളുകൾ അതാണ് അങ്ങനെ ഉണ്ട്. അത് കേരളത്തിൽ ഇവിടെ ആറ്റുകൾ 38,000 വോട്ടിന്റെ ലീഡ് എന്ന് പറയുന്നത് CPM-ന്റെ ഒരു കുത്തക മണ്ഡലത്തിൽ 38,000-ലധികം വോട്ടുകളുടെ ലീഡ് എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമല്ല. ഒരു മണ്ഡലത്തിലല്ല, ഇവിടെ 7 മണ്ഡലത്തിലൂടെയാണ് 38,000 വോട്ട്. തീർച്ചയായിട്ടും ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചപ്പോൾ സമ്പത്താണ് 66,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിന് അങ്ങനെ 66,000 1 ലക്ഷത്തിന്റെ ഫലത്തെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായ ഭൂരിപക്ഷം പിന്നെ വച്ച് ഇവിടെ ആകെ അടൂർ പ്രകാശിന് അനുകൂലമായ സ്ഥിതി. നിങ്ങൾ ഈ അടുത്ത വോട്ടെണ്ണൽ കഴിയുമ്പോൾ നോക്കിക്കോളൂ. 1 ലക്ഷത്തിൽ അടുത്ത ഭൂരിപക്ഷത്തിൽ ജോയി ഇവിടെ ജയിക്കും. കാരണം അടൂർ പ്രകാശ് അവഗണിച്ചതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കേന്ദ്രത്തിന്റെ അവഗണനയും അതിന് കോൺഗ്രസ് കോൺഗ്രസിന് ഈ കേന്ദ്രത്തിന്റെ അവഗണന, അപ്പൊ കേരളം ശക്തമായിട്ട് അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ കോൺഗ്രസ് CPM-നൊപ്പം നിന്നില്ല, അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിന്നില്ല എന്നൊരു ആരോപണം അത് പൊതുവിൽ കേരളത്തിൽ നിഴലിക്കുന്ന ഒരു ആരോപണമാണ്. അതിനെങ്ങനെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF കാണുന്നത്? CPM-ന് നിൽക്കാൻ ആകപ്പാട് കേരളത്തിൽ നിന്ന് ഒരു MP ഉള്ളൂ. ഈ 19 MP-മാരും കോൺഗ്രസിന്റെ MP-മാരാണ്, അല്ലെങ്കിൽ UDF-ന്റെ MP-മാരാണ്. 18 ഉള്ളൂ. അപ്പൊ ആയിക്കോട്ടെ, ഒന്ന് മാറിയല്ലോ, ഒന്ന് മാറി. അത് പിന്നീടുള്ള അവസ്ഥയില്ലേ? അപ്പം ഈ 19 തന്നെയാണ്. ഒരെണ്ണം മാത്രമേ ഇപ്പം അവർ മത്സരിക്കുന്നതിന് വേണ്ടിയാണ്. AK ബാലൻ പറഞ്ഞതുപോലെ ഈനാം പേച്ചിയും അട്ടയും പുഴുവെന്നും നമുക്ക് തെരഞ്ഞെടുപ്പിന് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് മാത്രമേ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നമായിട്ട് ദേശീയ അംഗീകാരം കിട്ടുകയുള്ളെന്ന രീതിയിൽ ആണ്. അതിൽ ഇവർ പാർലമെന്റിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 70 വർഷം ഭാരതം ഭരിച്ചവരാണ്. അപ്പോൾ ഇനിയും ഭാരതം ഭരിക്കണമെങ്കിൽ ഈ CPM-നെ കൊണ്ട് കഴിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പോകുന്ന അടൂർ പ്രകാശിന് മാത്രമേ അവിടെ റെപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഈ അവകാശവാദം ഉണ്ടല്ലോ, CPM-ന് കഴിയില്ല, അവർ കഴിയില്ല. ഈ അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന്റെ പ്രശ്നം കായ്ക്കില്ല എന്ന് പറഞ്ഞതുപോലെ, പക്ഷെ കേന്ദ്രത്തിലെത്തുമ്പോൾ നിങ്ങൾ അവർക്കൊപ്പമാണല്ലോ. അവർക്കൊപ്പമല്ല, അവർ ഞങ്ങൾക്കൊപ്പമായിരിക്കും. കോൺഗ്രസിന് അവിടെ 2 മന്ത്രിസ്ഥാനം കിട്ടണമെങ്കിൽ ഇടതുപക്ഷം ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി തീരുമാനിക്കണം. അല്ലാതെ കോൺഗ്രസിന് ഉൾപ്പെടുന്ന പറയാൻ കഴിയില്ല. ഇടതുപക്ഷം പൂർണ്ണമായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ നേതൃത്വം കമ്മിറ്റി എടുത്ത് കൂടെ സീറ്റ് വിഭജനം നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ നിന്ന് മാറിയുന്നത്. അതല്ലാതെ ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ മത്സരത്തിന്റെ പതിച്ചായുണ്ടോ? കാരണം കേന്ദ്രമന്ത്രി നേരിട്ട് മത്സരത്തിന് ഇറങ്ങുകയാണ്. ഒരു ത്രികോണവും ഇല്ല ഇവിടെ. മത്സരം ജോയി പിന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി, അല്ലാതെ മൂന്നാമതൊരു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മൂന്നാമത് സ്ഥാനാർത്ഥി നേടിയ വോട്ട് പോലും അദ്ദേഹം നേടില്ല. അത് കാര്യത്തിൽ ഉറപ്പാണ്. 5 വർഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കില്ല. 3 മാസം കൊണ്ടല്ലേ ഇവിടെ മരണത്തിനും സഞ്ചാരത്തിനും അന്വേഷിച്ച് വന്നു തുടങ്ങിയത്. ബോർഡടിച്ച് വെച്ചതുകൊണ്ടും മയക്കും വേണ്ടി ഇഷ്ടംപോലെ പൈസ, ഇലക്ട്രൽ ബോണ്ട് കിട്ടിയ പൈസ വെച്ച് ഇറക്കി വിട്ടുകൊണ്ട് ഒരാൾ 3-ാം സ്ഥാനത്ത് വരുമോ, അല്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാരയിൽ വരും. മുഖ്യധാരയിലില്ല. കേരളത്തിലും വിശിഷ്യ ആറ്റിങ്ങലും മത്സരം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ പണക്കൊഴുപ്പൊന്നും കാണിച്ചിട്ട് ഇന്നലെ വന്ന് ഇവിടെ ഇറങ്ങി 5-6 ബോർഡും അടിച്ചു വെച്ച് കുറേ മയക്ക് പറഞ്ഞ് നടത്തി കുറേ പൈസ ഒഴുകി, അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഇവിടെ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരം. ഓക്കെ, അപ്പൊ അതാണ് ആറ്റിങ്ങലിന്റെ ചൂട്. ആറ്റിങ്ങലിലെ മറ്റു ആളുകൾ എന്തൊക്കെ പറയുന്നു, ജനമനസ് എങ്ങനെയാണ്, അതറിയാൻ നമുക്കിനിയും യാത്ര തുടരാം. തക്കാളിക്കൊക്കെ ഇപ്പൊ എന്താ അവസ്ഥ? വില കൂടുതലാണ്. പച്ചക്കറി മൊത്തത്തിൽ ഈ ചൂട് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. എല്ലാം കംപ്ലൈന്റ് ആയി, എല്ലാ സാധനവും കംപ്ലൈന്റ് ആയി തുടങ്ങി. പൊതുവിൽ വില മുന്നോട്ടാണോ? ശകലം വില മുന്നോട്ടാണ്. എന്താ ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷന് ചൂട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. ആരായിരിക്കും ഇവിടെ? ആര് ജയിച്ചാലും നമ്മൾ ജോലി ചെയ്തേ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും ആര് ജയിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ജോലി ചെയ്തേ. എന്നാലും ഒരു സാധ്യത ഉണ്ടാവില്ല. സാധ്യത മുൻഗണന ഇപ്പം
CPM എന്നും പറയുന്നു, കോൺഗ്രസ് എന്നും പറയുന്നു. ഇടതുപക്ഷം പൂർണ്ണപക്ഷമായിട്ട് ചെയ്യും. ചുമ്മാ വെറുതെ കിടന്നിട്ട് അലച്ചിട്ട് യാതൊരു കാര്യമില്ല. യാതൊരു വിഷയമല്ല. പൂർണ്ണ ഉത്തരവാദിത്തോടെ ഈ ജനാധിപത്യത്തെ ഫുള്ളായിട്ട് പറയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടതുപക്ഷം കറക്റ്റായിട്ട് ജയിച്ചിരിക്കും. ഭക്ഷണം കഴിക്കായിരിക്കും അല്ലേ? ഭക്ഷണം കഴിക്കുന്നു. എന്താ കച്ചവടം ഉഷാറല്ലേ? ഇലക്ഷന് വോട്ട് ചെയ്യണ്ടേ? കൊറേ കാലം വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ എനിക്ക് 63 വയസ്സായി. ഏതെങ്കിലും വോട്ട് മുടക്കിയിട്ടുണ്ടോ? ഒറ്റ വോട്ട് മുടക്കിയിട്ടുമില്ല. ഒരേ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും. അടിയുറച്ച തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാൻ ഇന്നും വരെയും ചെയ്തു. അത് വിട്ട് കളിയില്ല. നമ്മളെ കുടുംബം ഒട്ടാകാതാണ്. പിന്നെ തോക്കണതും ജയിക്കണതും അത് വേറെ രണ്ടുപേരും വടം വലിച്ച ഒരാളെ ജയിക്കുള്ളൂ. അത് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. അത് കൈവിട്ട് പോയി. തിരിച്ചു പിടിക്കോ? തിരിച്ചു പിടിക്കണം. ഇപ്പോഴത്തെ ഇതില് തിരിച്ചു പിടിക്കണമെന്നാണ് നമ്മളെല്ലാവരും അഭിപ്രായം. പിന്നെ വല്ല അട്ടിമറിപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. എങ്ങനെ ഈ പുളിയൊക്കെ നല്ല നാടൻ പുളിയാണോ? നാടൻ പുളിയുണ്ട്, അല്ലാത്ത പുളിയുണ്ട്. എങ്ങനെ വിലയൊക്കെ എങ്ങനെയാ? വില ഇത് 150, അത് 150. അപ്പൊ കച്ചവടം ഉഷാറായി നടക്കട്ടെ. നമുക്ക് ജോയ് ജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ജോയ് ജയിക്കോ? ജയിക്കും. ആണോ? നല്ല പ്രതീക്ഷ ഉണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. എന്താ ചേച്ചി എന്താ പറയുന്നത്? നമ്മള് ഭരണം നല്ലതാണ്. ഞങ്ങൾക്കൊക്കെ നല്ല ആനുകൂല്യങ്ങളാണ്. പിന്നെ പെൻഷനൊക്കെ വാങ്ങുന്നുണ്ടോ? പെൻഷനൊക്കെ വാങ്ങുന്നുണ്ട്. നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ? കറക്റ്റ് കിട്ടുന്നുണ്ടോ? അപ്പൊ കറക്റ്റ് കിട്ടുന്നില്ല. പിന്നെ അത് കേന്ദ്രം തന്നാലല്ലേ പിണറായിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് കേന്ദ്രത്തിന് മറുപടി കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടാവും. ഉണ്ട്. ഉണക്കമീനാണോ സ്പെഷ്യല്? പല ഐറ്റംസും ഉണ്ടല്ലോ. ഉണക്കമീനൊക്കെ എങ്ങനെയാ? ഇപ്പൊ ഇവിടെ തന്നെയാണ്, ഇവിടുത്തെ തീരപ്രദേശത്ത് നിന്ന് വരുന്നത് തന്നെയാണോ? വിഴിഞ്ഞത്ത് നിന്ന് വരുന്നതാണ്. എന്താ ഈ മാർക്കറ്റിൽ ഇലക്ഷൻ ഒക്കെ ചൂടായോ? മാർക്കറ്റ് എടുക്കണ്ടില്ലേ? അടുത്ത വാർഡ് മെമ്പർ കോൺഗ്രസിന്റെ ആള്, അടുത്ത് ഇവിടെ കഴിഞ്ഞ നിന്ന MP കോൺഗ്രസിന്റെ ആള്. അന്ന് കണ്ട ആളാണ് അത് ഇപ്പോഴാണ് വന്നത്. അന്ന് ജയിച്ചിട്ട് പോയ ആളടുത്ത് കണ്ടത് ഇപ്പോഴാണ് കണ്ടത്. പ്രാവശ്യം അടൂർ പ്രകാശ് പോവോ? ഇവിടെ ഒന്നും പറയാക്കില്ല. ഇപ്പം 3 കട്ട നെടുമങ്ങാട് മാർക്കറ്റിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നല്ല രസകരമായ കുറെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് പച്ചക്കറി കച്ചവടം, മറുഭാഗത്ത് ഉടക്കമീൻ കച്ചവടം. അങ്ങനെ ഏകദേശം ഇതൊരു അന്താരാഷ്ട്ര മാർക്കറ്റ് തന്നെയാണ്. ചേച്ചി, ഇവിടെ കച്ചവടങ്ങളും നല്ല സജീവമുള്ള ഒരു മാർക്കറ്റ് ആണല്ലേ അത്? ഇതെന്ത് അന്താരാഷ്ട്ര മാർക്കറ്റ് എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര മാർക്കറ്റ് ഇവിടെയല്ല. അന്താരാഷ്ട്ര മാർക്കറ്റിന് ഇതിന് താഴെ അപ്പുറത്തെ സൈഡാണ്. ഓക്കെ. ഇതല്ലാത്ത സാധാരണ എല്ലാ ദിവസവും ഇവിടെ എങ്ങനെ ചന്ത ഉണ്ടോ? ഞായർ സ്പെഷ്യൽ ആണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഒരുപോലെയാണ്. പിന്നെ ചൊവ്വയും ശനിയും ചന്ത ദിവസമാണ് വലിയ മാർക്കറ്റ്. ഇപ്പം പഴയ മാർക്കറ്റെല്ലാം ഒരുപോലെയാണ്. ഇപ്പൊ അന്തികട ദിവസവും അല്ലാത്ത കടയൊക്കെ ഒരുപോലെ. എന്താ ഇപ്രാവശ്യം ഇലക്ഷനൊക്കെ എന്താ? ഇലക്ഷനൊക്കെ നല്ല ഇതിലാണ് പോണത്. പിന്നെ പറയുമ്പോൾ എനിക്ക് നെയ്യാറ്റിൻകരയാണ്, എന്റെ കെട്ടിയവനാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ പന്നിൻ രവീന്ദ്രനാണ്. നമുക്ക് അവിടെയും ഈ പറയുന്ന പോലെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ശശി തരൂരിനെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഈ ഇലക്ഷന് മാത്രമാണ് കണ്ടിട്ടുള്ളത്, അല്ലാതെ കണ്ടിട്ടേ ഇല്ല. അതുപോലെ തന്നെ ബാക്കി അവിടുത്തെ BJP-യിലുള്ള അങ്ങനെ നമ്മളില്ല. പന്നിൻ രവീന്ദ്രൻ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയൊന്നും ഇങ്ങനെ അങ്ങോട്ട് വലിയ പ്രചാരണത്തിന് വന്നതൊന്നും തന്നെ എല്ലാ പ്രചരണം ഇതിനകത്ത് കയറി പ്രചരണം നടത്തുന്നത് നല്ല പ്രചരണമാണെന്ന് ഇതിനകത്ത് നമ്മൾ നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇവിടെ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കോ? ജയിക്കണം. ജയിച്ചാല് നമുക്ക് പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായമുള്ളൂ. അല്ലാതെ നമ്മൾ അടൂർ പ്രകാശ് ഇവിടെ വന്ന് ഇവിടെ ജയിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഈ കണ്ടിട്ടുള്ളത് രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ളത്. കച്ചവടത്തിലാ എന്തെത്തവണ അടൂർ പ്രകാശ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ഇത്രയും നല്ല ഒരു MP നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കണം. ഇല്ല, എല്ലാവരും തുല്യമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആരെന്നൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഇടതുപക്ഷത്തിനാണ് മുൻഗണന കൂടുതലായിട്ട് കാണുന്നത്. ചേച്ചി, നല്ല ചൂടാല്ലേ? ചുട്ടു കൊള്ളുന്നുണ്ട്. കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? കച്ചവടമൊക്കെ കുറവാണ്. അത് എപ്പോ വരും കച്ചവടം? രാവിലെ വരുമോ? രാവിലെ 9 മണിക്ക് ഇവിടെ എത്തും. വൈകിട്ട് എത്ര മണി വരെ? വൈകിട്ട് 8:30-9 മണി വരെ കാണും. അപ്പൊ ഇവിടെ പ്രചാരണമൊക്കെ ഈ ഒരു പ്രധാന കേന്ദ്രമാണല്ലോ അല്ലേ നെടുമങ്ങാടിന്റെ? പ്രചാരണ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാല്ലേ? എപ്പോഴും ഉണ്ട്. പിന്നെ MLA-മാര് വരും പോവും. അങ്ങനെ വോട്ട് ചോദിച്ചൊക്കെ വന്നോ അവിടെ? നമ്മുടെ അടുത്ത് ചോദിക്കൂല. ഞങ്ങൾ ഒരു ശക്തമായ ഒരു പാർട്ടിയിലാണ് നിൽക്കുന്നത്. ആണോ? ഏതാണ് പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു പിടിക്കോ പ്രാവശ്യം? അറിയാൻ പറ്റൂല. സാധ്യത ഉണ്ടോ? ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് എത്രയെങ്കിലും വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഒരു ഉപജീവന മാർഗമൊക്കെ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. CPM ആണ്. അങ്ങനെ ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ആറ്റിങ്ങിലെ ഇപ്പം ബി ജോയിക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാവോ? നല്ല ഭൂരിപക്ഷം കാണില്ല. വോട്ട് ചെയ്യാൻ പോകാറുണ്ട് എല്ലാ കൊല്ലം? എത്ര ഏത് വയസ്സ് വോട്ട് ചെയ്യാൻ തുടങ്ങിയ? എനിക്ക് ചെറുത്തൊന്നുമില്ല, ഓർമ്മയൊന്നുമില്ല, അതുകൊണ്ട് അറിഞ്ഞൂടാ.
ആണോ? ഇപ്രാവശ്യം വോട്ട് ചെയ്യൂ? ഇപ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞോണ്ടിരിക്കും. ആവുമെങ്കിൽ പോകും. ആർക്കാ ചെയ്യാന്നുള്ളത് അങ്ങനെ തീരുമാനിച്ചോ? തീരുമാനിച്ചിട്ടില്ല. ഇല്ല. നല്ല മത്സരം ഉണ്ട് അല്ലേ? ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ മത്സരം? രാഷ്ട്രീയമൊക്കെ നോക്കാറുണ്ടോ? അമ്മ കണ്ണും കണ്ടൂടാ ചെവിയും കണ്ടൂടാ എന്തായാലും പറഞ്ഞു നോക്കാൻ. ആരെ പ്രാവശ്യം ജയിക്കാം? ജോയി നല്ല ഭൂരിപക്ഷം ഉണ്ടാവോ? ഉണ്ടാവും. പ്രതീക്ഷ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെയും കുമാരനാശാൻ്റെയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും ഒക്കെ തട്ടകമാണ് ആറ്റിങ്ങൽ മണ്ഡലം. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജാതി സമവാക്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ജാതി സ്പിരിറ്റ് നന്നായി പ്രവർത്തിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തപ്പോൾ 3 മുന്നണികളും ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെ സ്ഥാനാർത്ഥിയാക്കി എന്നതാണ്. കാരണം ഈഴവ വിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രമെന്ന് പറയുന്നത് 1991 മുതൽ തുടർച്ചയായി CPM-ന്റെ കൈവശമുള്ള മണ്ഡലം അത് 2019 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് തിരിച്ചുപിടിക്കുകയാണ്. അടൂർ പ്രകാശ് നേരത്തെ ഒരു 1-2 തവണ വലതുപക്ഷം വിജയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി തുടർച്ചയായിട്ട് വർഷങ്ങൾ CPM കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലത്തെയാണ് കഴിഞ്ഞ വർഷം അടൂർ പ്രകാശ് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് വീണ്ടും അംഗം വെട്ടുമ്പോൾ നല്ല ചൂടുമുള്ള മത്സരം ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ വിശേഷങ്ങൾ തേടി ഞങ്ങളിപ്പോൾ നെടുമങ്ങാട് മാംസ മാർക്കറ്റിലാണുള്ളത്. എന്താ ആറ്റിങ്ങലിൽ ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും മത്സരമൊക്കെ? ചൂട് പിടിച്ചില്ലേ? പിന്നെ ചൂട് പിടിക്കാതെ നല്ല തകർപ്പാണ്. ആരായിരിക്കും? നമ്മളെ ബിജോയി വരും. ഷുവറാണ്? ഷുവറാണ്. പിന്നെ അല്ല വേറെ ആർക്ക് കൊടുക്കാൻ? എന്നാലും വയലെന്നാലേ ഒക്കെ ഉള്ളൂ. ബിജോയ് ജയിക്കുന്ന അറിയുന്നത്? ബിജോയി ഇവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇവിടുത്തെ MP പാർലമെന്റിലോട്ട് നമ്മളെല്ലാം അയച്ചിട്ട് അദ്ദേഹത്തിനെ പിന്നെ കാണുന്നത് ഈ ഇലക്ഷൻ ടൈമിലാണ്. ഇവിടെ ഈ നെടുമങ്ങാടിനെ സംബന്ധിച്ചോളം ഈ മാർക്കറ്റിൻ്റെ ശോചനീയ അവസ്ഥ നിങ്ങൾക്കൊന്ന് നോക്കാന്നുള്ളൂ. നിങ്ങൾ രാത്രിയാണ് ഈ മാർക്കറ്റിൽ വരുന്നതെങ്കിൽ ടോർച്ചില്ലാണ്ട് ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല. ഇദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇടതുപക്ഷം ഈ കേരളത്തിൽ ഓഖി വന്നു, നിപ്പ വന്നു, പ്രളയം വന്നു, ദുരിതം വന്നു. ഈ സമയത്തെല്ലാം ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ പറയുന്ന ജോയി ഡ്രസ്സ് പോലും നല്ല ഡ്രസ്സ് പോലും ഇടാണ്ടാണ് അതിനുള്ള വർക്ക് ചെയ്തത്. കാരണം ഞാൻ ഉൾപ്പെടെ പോയിട്ടുള്ളതാണ്. ആലപ്പുഴ ഞങ്ങൾക്ക് തന്ന ആലപ്പുഴ പോകുമ്പോഴത്തേക്ക് ഓരോ വീടിനകത്ത് പാമ്പുകളുടെ കൂടാരമായിരുന്നു. ഞങ്ങളെ കൂടെ ഞങ്ങൾക്കൊപ്പം ജോലിക്കാരനായിട്ട് ഇന്ന് ജോലി ചെയ്ത് ആ വികസനം നടത്തിയ വ്യക്തിയാണ് ഞാൻ. ഒരു സത്യാവസ്ഥ പറയാം. എനിക്ക് സത്യം പറഞ്ഞ ലൈഫിൻ്റെ വീട് കിട്ടിയത് LDF-ന്റെ ആ ഒരു ഇതിലാണ്. എൻ്റെ അമ്മ മേലാണ്ട് കിടക്കുവാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്കൊരു കോൺഗ്രസ് പാർട്ടിയോ ആരും അതിന് സാധിച്ചില്ല. എൻ്റെ ഈ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരാൾക്കാരാണ്. അതെ. ഓക്കെ, അപ്പൊ അതാണ് ഈ മാംസ മാർക്കറ്റിലെ രാഷ്ട്രീയ വിശേഷം. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. എനിക്കൊപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം പ്രതിനിധി ജുറൈജ് അബ്ദുള്ളയുണ്ട്. ഞങ്ങളുടെ നെടുമങ്ങാട് പ്രതിനിധി മുഹമ്മദ് ഷിബു ഉണ്ട്. നമുക്ക് രണ്ടുപേരോടും ഈ മണ്ഡലത്തിന്റെ വിശേഷങ്ങൾ കൂടി ചോദിക്കാം. എന്തായാലും ഇത്തവണ ആറ്റിങ്ങലിൽ നല്ല പൊടിപാറുന്ന പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. കാരണം 3 മുന്നണികളും മത്സര രംഗത്ത് സജീവമാണ്. പക്ഷേ എപ്പോഴും മുൻപന്തിയിൽ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് LDF-ഉം UDF-ഉമാണ് എന്നതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലും അങ്ങനെ ഒരു പ്രതിനിധിയാണ് ഉള്ളത്. ഷിബുക്ക, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഒരു പ്രചാരണമൊക്കെ വിലയിരുത്തുമ്പോൾ എന്താ തോന്നുന്നത്? ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല പൊടിപാറുന്ന മത്സരം തന്നെയാണ് നടക്കുന്നത്. സിറ്റിംഗ് MP അടൂർ പ്രകാശ്, വർക്കലയുടെ MLA ജോയി, കേന്ദ്രമന്ത്രി മുരളീധരൻ. പക്ഷേ ഈ 3 പേരും മത്സര രംഗത്ത്, അതായത് ഒരു MP, ഒരു MLA, ഒരു കേന്ദ്രമന്ത്രി 3 അധികാര സ്ഥാനമുള്ളവർ തന്നെയാണ് മത്സരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നല്ല പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. എങ്കിൽ തന്നെയും കൂടുതൽ നോക്കുമ്പോൾ വികസന കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. വികസന കാര്യവും പിന്നെ മതേതരത്വവും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ആറ്റിങ്ങലിൽ നടക്കുന്നതിന്റെ പ്രതിയാണ്. ഒരു മിനിറ്റ് ജുറൈജ്, ഇപ്പം ആറ്റിങ്ങലിനെ സംബന്ധിച്ച് പറയുമ്പോൾ മൊത്തത്തിൽ ആറ്റിങ്ങലിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ജാതി സമവാക്യങ്ങൾക്കൊക്കെ നല്ല വളക്കൂറുള്ള ഒരു മണ്ണ് കൂടിയാണ്. എന്താണ് ഇവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇവിടെ ജാതി സമവാക്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ തീരദേശ മേഖലയിലെ വോട്ടുകൾക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥികൾ നമ്മൾ ജാതി പറയുന്നില്ലെങ്കിലും സ്ഥാനാർത്ഥികൾ നിർത്തിയത് പോലും ജാതി സമവാക്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് 3 മുന്നണികളും സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്.
അങ്ങനെ ജാതി സമവാക്യങ്ങൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. റഷ്യൻ യുക്രൈൻ യുദ്ധം വരെ ഇവിടെ വിഷയമാണ്, ചർച്ചയ്ക്ക് വിഷയമാണ്. അതായത് നമ്മുടെ ആ സമയത്ത് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അല്ലേ. അപ്പൊ കുറെ ആളുകൾ ഈ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ ചർച്ചയാകുന്നത് 3 പേര് ഇവിടെ നിന്നും മനുഷ്യക്കടത്തിനിരയായി കൊണ്ടുപോയി, അങ്ങനെയുള്ള വിഷയങ്ങളടക്കം ഏറ്റവും വളരെ സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങൾ വരെ മണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഈ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് വോട്ട് ചോദിക്കുന്നത്. CPM ആണെങ്കിൽ അവരുടെ കയ്യിൽ വർഷങ്ങളായിട്ടുള്ള മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അടൂർ പ്രകാശിന്റെ മുഖം തന്നെയാണ്. ആ പാർട്ടി സംവിധാനത്തെക്കാൾ അടൂർ പ്രകാശ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഒരു ജനകീയ മുഖം ചെയ്ത പ്രവർത്തനങ്ങളും പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അടിയുറച്ച ഒരു പാർട്ടി വോട്ടുകൾ ഇവിടെയുണ്ട്. വളരെ കാലങ്ങളായിട്ടുള്ള വോട്ടുകൾ തന്നെ സംവിധാനം ഇവിടെയുണ്ട്. അതിനുപയോഗപ്പെടുത്തിയാൽ മാത്രം വിജയിക്കാമെന്നുള്ള ആത്മവിശ്വാസമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ നിലക്ക് തന്നെയാണ് CPM-ന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനെ പ്രതിരോധിക്കുകയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് CPM ചെയ്യുന്നത്. ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പം ഈ മണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ വർക്കലയുണ്ട്, ആറ്റിങ്ങലുണ്ട്, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കടയൊക്കെ ഉള്ള ഒരു മണ്ഡലം. ഈ 7 മണ്ഡലങ്ങളുണ്ട്. 7 മണ്ഡലങ്ങളിലും LDF-ന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. കാരണം അവിടെ LDF-ന്റെ സ്വാധീനത്തിനൊട്ടും കുറവില്ല. പക്ഷേ നമ്മൾ ഈ ദേശീയ തലത്തിലേക്ക് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ UDF-നാണ് മേൽക്കൈ കിട്ടുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണ UDF ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് തന്നെ ആയിരിക്കും ഇത്തവണയും ട്രെൻഡ്. അല്ല, ഇതിന് ഇപ്പോഴത്തെ സംബന്ധിച്ചിട്ട് മതേതരത്വം, ഇന്ത്യയുടെ മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു തിരഞ്ഞെടുപ്പെന്ന് ജനങ്ങളുടെ ഇടയിൽ, ഗ്രാമീണ ജനങ്ങളുടെ ഇടയിൽ പോലും അത് ചർച്ചാ വിഷയമാകുന്നുണ്ട്. പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം. മറ്റ് സ്റ്റേറ്റുകൾ, കേരളത്തെ അപേക്ഷിച്ച് മറ്റുള്ള സ്റ്റേറ്റുകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭരണ പരാജയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. സംസ്ഥാന രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു മതേതരത്വ, ജനാധിപത്യ, അതുപോലെ തന്നെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ്. ജുറൈജ, ഇതിപ്പം നമ്മൾ ഈ മണ്ഡലങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളുടെ കാര്യമൊക്കെ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും നഗര വോട്ടുകളാണ്. പക്ഷേ ഇവിടെ കൂടുതലും ഗ്രാമീണ വോട്ടുകളായിരിക്കും. മലയോര വോട്ടുകൾ, തീരദേശ വോട്ടുകളെല്ലാം, തീരദേശത്ത് ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഇവിടെ വലിയ ചർച്ചയാകും. തീർച്ചയായിട്ടും തീരദേശ മേഖലയിലെ വോട്ടുകൾ ഇവിടെ ചർച്ചയാണ്. മലയോര പ്രദേശങ്ങൾ, നമ്മളിപ്പോൾ വന്യജീവി സംഘർഷം ഇവിടെ ഈ മണ്ഡലത്തിൽ വളരെ പ്രധാനമാണ്. ഈ മണ്ഡലത്തിൽ ഒരുപാട് പേര് കർഷകരായ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്ന സുഹൃത്ത് അപ്പോൾ ശിവണ്ണൻ, അദ്ദേഹം ഒരു കർഷകനാണ്, റബ്ബർ കർഷകനാണ്. കർഷകരുടെ റബ്ബർ കൃഷിയുടെ വിലയിടിവ് ഇതെല്ലാം ഇവിടെ ചർച്ചയാവുന്നുണ്ട്. ആ നിലത്തിൽ നോക്കുമ്പോൾ മതേതരത്വം മാത്രമല്ല ഇവിടെ ചർച്ച എന്ന് പറയേണ്ടി വരും. ജനങ്ങളെ ബാധിക്കുന്ന, മലയോര മേഖലയിലെ സാധാരണ കർഷകരെ ബാധിക്കുന്ന ഓരോ വളരെ ന്യൂനമായ കാര്യങ്ങൾ പോലും ഇവിടെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. LDF-നും UDF-നും പ്രതീക്ഷ നൽകുന്നുണ്ട് ആറ്റിങ്ങൽ. ഒരു കാലത്ത് സ്ഥിരമായി LDF-നെ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണെങ്കിൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് അത് പിടിച്ചെടുത്തതിലോടുകൂടി UDF-ന്റെ ആത്മവിശ്വാസവും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആരായിരിക്കും യഥാർത്ഥ വിജയി എന്ന് പറയണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. BJP-യുടെ നേതൃത്വം, BJP V മുരളീധരന്റെ നേതൃത്വത്തിൽ BJP-യുടെ പ്രവർത്തനങ്ങളും സജീവമാണ്. 26-ന് ജനങ്ങൾ വിധി പറയും ആറ്റിങ്ങലിൽ ആരാണ് എന്ന്. നമ്മൾ അതിന്റെ റിസൾട്ടിന് വീണ്ടും കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ആറ്റിങ്ങലിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വീണ്ടും കാണാം. നന്ദി. Way2Nikah.com, the exclusive Muslim matrimonial site.